പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറ്റ് ഈസ് ദ ലോർഡ്, അത് കർത്താവാണ്. ഈ ഒരു ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയോട് അതിനേക്കാളപ്പുറമായിട്ട് ഈശോയോട് കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിന് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഷാലോം ടിവിയിലൂടെ ഈ ശുശ്രൂഷ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയിൽ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാൻ, ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ, ഈശോയുടെ വചനം അനുസരിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ മക്കളായി ജീവിക്കാൻ വലിയ കൃപ ഈ ശുശ്രൂഷ വഴി നമുക്ക് ലഭിക്കട്ടെ. ഈ ശുശ്രൂഷ നമ്മളതിനെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി നമ്മൾ ഇന്നത്തെ കുഞ്ഞ് ചിന്തകളിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവാണ്. ഇറ്റ് ഈസ് ദ ലോർഡ്. യോഹന്നാൻ ഏറ്റുപറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മളും ഈശോയെ കൂടുതൽ അടുത്തറിയാനും ഈശോ നമ്മുടെ ദൈവവും കർത്താവുമാണെന്ന് വിളിച്ചു പറയാനുള്ള ആ ഒരു ധൈര്യവും വിശ്വാസവും ഒക്കെ നമ്മളിൽ നിറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുക. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈശോയെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി നമ്മൾ ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ ശ്രമിക്കുക. നമ്മൾ ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന ആ ഒരു സമയത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ധ്യാനിച്ചു. ഈശോ നമുക്കറിയാം, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ദൈവമാണ്, അല്ലേ? നമ്മുടെ ഏറ്റവും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. അവൻ ദൈവമായിരുന്നിട്ടും ആ ദൈവിക സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ വന്നു, നമ്മളെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈശോ ആ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. എവിടെ വെച്ചാണ്? ഈശോയുടെ കുരിശുമരണത്തിലാണ്. പീഡാസനത്തിലും കുരിശുമരണത്തിലും വഴിയാണ് ഈശോ മരണത്തെയും പാപത്തെയും പിശാചിനെയും ഒക്കെ ചെറുത്ത് തോൽപ്പിച്ച് അവൻ്റെ മേൽ വിജയം നേടി നമ്മളെയും അവിടുത്തെ രക്തത്താൽ വില കൊടുത്ത് വീണ്ടെടുത്തത്. ഈശോയുടെ ഈ വലിയ രക്ഷാകര പദ്ധതി അത് പൂർത്തിയാകുന്നത് കുരിശിൽ ആണെങ്കിലും അതുവരെ നയിച്ച, ആ കുരിശിലേക്ക് നയിച്ച വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ പരസ്യജീവിതത്തിൽ ഈശോ ചെയ്ത പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവാണ്. എന്തിനാണെന്നറിയോ? 30 വർഷത്തോളമുള്ള ഈശോയുടെ ഒരു രഹസ്യ ജീവിതമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അധികം ഫോക്കസ് ചെയ്യാതെ ഈ 3 വർഷക്കാലം ഈശോ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ജോർദാൻ നദിയിൽ വെച്ചുള്ള ഈശോയുടെ ജ്ഞാനസ്നാനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെയും മാമോദീസ, ഈശോ എന്തിനാണ് അവിടെ ജ്ഞാനസ്നാനം ഏറ്റു, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈശോയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ. ജീവിതം മുഴുവൻ നമ്മളും ഒരു യുദ്ധക്കളത്തിലാണെന്നും പിശാചിനെ നമ്മൾ തോൽപ്പിക്കേണ്ടതാണെന്നും ഒക്കെ, തോൽപ്പിക്കാൻ പറ്റുമെന്നും ഒക്കെ ഈശോ നമ്മളെ കാണിച്ചു തന്നൊരു സംഭവമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യമാണ് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, ഈശോ പറഞ്ഞു തന്ന കഥകൾ, ഉപമകൾ, ഈശോ ചെയ്ത വലിയ അത്ഭുതങ്ങളൊക്കെ. അതൊക്കെ കൂടുതലൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് തീർച്ചയായിട്ടും ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകണം. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ചിന്തിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഈശോയുടെ ആ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലും മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലും ഈശോ ഇങ്ങനെ മരുഭൂമിയിലെ പരീക്ഷയെ നേരിടുന്നുണ്ട്. ആ മരുഭൂമിയിലെ പരീക്ഷ നേരിടുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു എപ്പിസോഡാണ് ജോർദാൻ നദിയിൽ വെച്ച് ഈശോയുടെ ജ്ഞാനസ്നാനം. നമുക്കറിയാം, ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടല്ലോ, സ്നാപയോഹന്നാനാണ്. ഈശോയുടെ വരവിന് വേണ്ടി, ശരിക്കും ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങുക മാത്രമല്ല, ഈശോയ്ക്കൊരു വഴി ഒരുക്കുക, ഈശോയുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുക. ഒരു ഡബിൾ ഡ്യൂട്ടിയാണ് ചെയ്യുക. ഈശോയ്ക്ക് വഴിയൊരുക്കുക, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം, കർത്താവിന് വഴിയൊരുക്കുക. കർത്താവിന് വഴിയൊരുക്കുക മാത്രമല്ല, ആ വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ജനത്തെയും കൂടെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ആര്? സ്നാപയോഹന്നാൻ. എന്നിട്ട് സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഇതായിരുന്നു. മരുഭൂമിയിലെ വിളിച്ചു പറയുന്ന ശബ്ദത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സ്നാപയോഹന്നാന്റെ പ്രഭാഷണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ? മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യം, 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: അക്കാലത്ത് സ്നാപയോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്തായിരുന്നു സ്നാപയോഹന്നാന്റെ സുവിശേഷ പ്രഘോഷണ ജീവിതത്തിന്റെ കേന്ദ്രമെന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ ഈശോയുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുകയാണ്. ഈശോ നിങ്ങളെ രക്ഷിക്കും, മിശിഹ വരും, മിശിഹ നിങ്ങളെ രക്ഷിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ഇതാ ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്, ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈശോയുടെ ആ രാജ്യത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ
നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് സ്നാപക യോഹന്നാൻ ഈ ജോർദാന്റെ ഒരുക്കങ്ങളിൽ പറഞ്ഞു തരികയാണ്. അനുദപിക്കുക, പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക. നമുക്ക് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടാകാം, നമുക്ക് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം. ഈശോയ്ക്ക് പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ ആ മാപ്പ്, അവൻ്റെ ആ ക്ഷമ, അവൻ്റെ ആ കാരുണ്യം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അനുദപിക്കുക. ചെറിയ തെറ്റുകളായിരിക്കാം, വലിയ തെറ്റുകളായിരിക്കാം. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു സിറ്റിസൺഷിപ്പ്, ദൈവരാജ്യത്തിൻ്റെ പൗരത്വത്തിൽ അതിൽ നിന്ന് പുറത്താകപ്പെടാൻ സാധ്യതയുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതിൻ്റെ ഭാഗമാകുന്നതിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അനുദപിക്കുക, മാനസാന്തരപ്പെടുക. അതിനുശേഷം മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺസ് ആയിട്ട്, അതിൻ്റെ പൗരന്മാരായിട്ട് ആയിരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ജനത്തെ ഒരുക്കുക. മിശിഹ വരും, ഒരു രാജാവ് വരും. ആ രാജാവ് വന്ന് നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകും. പക്ഷെ ആ സ്വാതന്ത്ര്യം നൽകി ആ രാജ്യം അവൻ സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ നല്ല പടയാളികളായ പോരാ, നല്ല യുദ്ധവീരന്മാരായാൽ പോരാ, വലിയ ബുദ്ധിയും ചിന്തകളും ഉള്ള മന്ത്രിമാരോ പരിവാരങ്ങളോ ആയാൽ പോരാ. പകരം ഒറ്റ കണ്ടീഷനാണ്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. യു ഷുഡ് ബി ഹോളി. കാരണം വരുന്ന മിശിഹ പരിശുദ്ധനാണ്. യഹൂദരെ സംബന്ധിച്ചിപ്പോൾ നിങ്ങൾ ഇത് വായിക്കും, ബൈബിൾ വായിക്കും, പിടികിട്ടും. സ്നാപകന്റെ പ്രഭാഷണം കേട്ട് എന്തോരം സ്ഥലങ്ങളിൽ നിന്നാണെന്നറിയോ ആളുകൾ വന്നിട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. അവർക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ്, കിരാത ഭരണത്തിന്റെ കീഴിലാണ്, അടിമത്തത്തിലാണ്. അവരെ രക്ഷിക്കാൻ വേറെ ആർക്കും പറ്റില്ല. പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ച് മിശിഹ വരണം, രക്ഷകൻ വരണം, ഒരു രാജാവ് വരണം. ദാവീദിന്റെ സിംഹാസനത്തിന്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ രാജാവ് വരണം. ആ രാജാവ് വരുമ്പോൾ ഈ റോമാക്കാരെല്ലാം തച്ച് തരിപ്പണമാക്കി അവനൊരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, ആ രാജത്വത്തിന്റെ ഭാഗമാകുന്നതിനെ കുറിച്ചൊക്കെ യോഹന്നാൻ പ്രസംഗിക്കുമ്പോൾ എന്തോരാളുകളാണ് പല തുറകളിൽ നിന്ന് ആളുകൾ ഓടി വരുന്നത് ആ സുവിശേഷം കേൾക്കാനും ഒപ്പം തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കാനും. പക്ഷെ അവരിൽ നിന്നെല്ലാം യോഹന്നാൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം ഇതാണ്, അനുദപിക്കുക. ഇന്ന് നമ്മളും ഈശോയുടെ വചനം കേൾക്കുന്നു, ഇങ്ങനത്തെ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നു, വചനം വായിക്കുന്നു, ധ്യാനങ്ങൾ കൂടുന്നു. പ്രിയപ്പെട്ട സ്വരങ്ങൾ എപ്പോഴും ഓർക്കണം, നമ്മൾ കൂടിയ ധ്യാനങ്ങളുടെ എണ്ണമല്ല നമ്മളെ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കുക. നമ്മൾ വായിച്ച വചനങ്ങൾ, നമ്മൾ കാണാപ്പാടം പഠിച്ച വചനങ്ങൾ മാത്രമല്ല നമ്മളെ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കുക. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനം മാത്രമല്ല നമ്മളെ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കുക. ഞാൻ വചനം പ്രഘോഷിക്കുമ്പോഴും, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോഴും, നമ്മൾ ഒത്തിരിയധികം ധ്യാനങ്ങളും ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുമ്പോഴും അനുദപിക്കാത്ത ഒരു ഹൃദയമാണ് എനിക്ക് നിങ്ങൾക്കും ഉള്ളതെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം വൃഥാവിലാവും. നമ്മൾ ചെയ്തു കൂട്ടിയതിൻ്റെ കണക്കൊക്കെ ഈശോയുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയത്ത് പോലും ഇല്ല എന്ന് ചിലപ്പോൾ ഈശോ പറയും. ഈശോ അറിയുന്നതും ഈശോ സ്നേഹിക്കുന്നതും ഈശോ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതും ഒരു കൂട്ടരെ മാത്രമാണ്, അനുദപിച്ച് പരിശുദ്ധിയിലേക്ക് വരുന്നവരെ. അതുകൊണ്ട് യോഹന്നാൻ ആരംഭിച്ച ആ സുവിശേഷ ദൗത്യം, അതിൻ്റെ ആഹ്വാനം നമ്മളും കൂടെ സ്വീകരിക്കണം. ഇതാ, അനുദപിക്കുക, നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ. ഈ സുവിശേഷം ഇങ്ങനെ യോഹന്നാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ ആ വചനഭാഗം ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ്: അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട്. പിന്നെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്, അണലി സന്തതികൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവിടെ ആദ്യത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം, അനേകം ഫരിസേയരും സദുക്കായരും. യോഹന്നാന്റെ പ്രഭാഷണം കേട്ട് ഈ ഹൈ പ്രൊഫൈലുള്ള ആളുകൾ, ഈ പ്രീസ്ലി ക്ലാസ്സുകളിലുള്ള ആളുകൾ, പൗരോഹിത്യ ഗണവും ഒക്കെ ഫരിസേയരും സദുക്കായരും ഒക്കെ ജ്ഞാനസ്നാനം വെക്കാൻ വേണ്ടി വരികയാണ്. മറ്റൊരു കൂട്ടരെ നമ്മൾ കാണും മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. മർക്കോസ് 1:5, യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി, അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. നമുക്ക് ജെറുസലേമിലും യൂദയയിലുമുള്ള ഒട്ടനവധി ജനങ്ങൾ, അതിൽ പല തുറകളിൽപ്പെട്ടവരുണ്ടാകാം, പല സ്റ്റാറ്റസിൽപ്പെട്ടവരുണ്ടാകാം. ഒത്തിരി പേര് ഈ വചനം കേൾക്കാൻ വേണ്ടി വന്നു. ഇതായിരുന്നു സ്നാപക യോഹന്നാന്റെ പ്രഭാഷണത്തിന്റെ ഒരു പവർ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് അത്രയും കാലം മരുഭൂമിയിലെ പ്രാർത്ഥനയിലും ഒരുക്കത്തിലും ചില ഡിസിപ്ലിൻഡായ ജീവിത രീതികളിലും നമ്മൾ കാണുന്നില്ലേ, ഇങ്ങനെ അത്ര നല്ല വില കൂടിയ വസ്ത്രമൊന്നും ധരിച്ചുകൊണ്ടല്ല, വലിയ ഭക്ഷണമൊന്നും കഴിച്ചുകൊണ്ടല്ല, ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷണമായിരുന്നു യോഹന്നാൻ്റേത്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ എല്ലാ തുറകളിലുമുള്ള ആളുകൾ വന്നിട്ട് അയാളുടെ വചനം കേൾക്കാനും അതനുസരിക്കാനും ഒക്കെ തയ്യാറായത്. വില കൊടുത്ത് ചെയ്യുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതിൻ്റെ വലിയൊരു അടയാളമാണ്. സ്നാപക യോഹന്നാന്റെ ഈ പ്രഭാഷണം കേട്ടിട്ട് വീണ്ടും ആളുകൾ വരുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം, ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വേണ്ടി വന്നു. ഫരിസേയർ, സദുക്കായർ,
ഒട്ടനവധി ജനങ്ങൾ പാപികളെന്ന് സുവിശേഷങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ചുങ്കക്കാരും ഇതാ സ്നാനമേക്കാൻ വേണ്ടി വരികയാണ്. 3-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ചുങ്കക്കാരും ഫരിസേയരും സദുക്കായരും പട്ടാളക്കാരും എല്ലാവരും വരികയാണ്. എന്തൊരു വലിയ പ്രഭാഷണമായിരുന്നു എന്ന് ഓർത്ത് നോക്കി. എല്ലാ മേഖലകളിലുള്ള ആളുകൾ വന്നിട്ട് അവർക്കെല്ലാം ആവശ്യം ഒരു കാര്യമായിരുന്നു. യോഹന്നാൻ പറഞ്ഞ ഈ മാനസാന്തരത്തെ അവർക്ക് എത്രമാത്രം മനസ്സിലായെന്ന് അറിഞ്ഞൂടാ, പക്ഷെ യോഹന്നാൻ പറഞ്ഞ രാജ്യത്തെ അവർക്ക് അറിയാമായിരുന്നു. അതിനുവേണ്ടിയാണ് ഓരോ യഹൂദനും കാത്തിരുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം ഈ രാജ്യത്തിന്റെ ഭാഗമാകാൻ വേണ്ടി? പടയാളികൾ കുറച്ചും കൂടെ ആയുധങ്ങൾ ശേഖരിക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഫരിസേയരും സദുക്കാരും കുറേ കൂടെ നിയമങ്ങൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ചുങ്കക്കാര് ഇനി എന്ത് ചെയ്യണമെന്നല്ല ആലോചിക്കേണ്ടത്. ഒറ്റ കാര്യം ആലോചിക്കാനാണ് യോഹന്നാൻ പറയുക: മാനസാന്തരപ്പെടുക, അനുദപിക്കുക. അനുഗ്രഹത്തിന്റെ ആദ്യത്തെ വഴി ഇതാണ്, അനുദപിക്കുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇത് നമുക്കും കൂടെയുള്ള ആഹ്വാനമാണ്. മരുഭൂമിയിൽ അന്ന് വിളിച്ചു പറഞ്ഞ സ്വരം ഇന്നൊരു പക്ഷേ നമ്മുടെ ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ, നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൂടെ, നമ്മുടെ പ്രഭാഷണ വേദികളിലൂടെയൊക്കെ നമ്മിലേക്ക് എത്തുന്നുണ്ട്. 100 കണക്കിന് സുവിശേഷ പ്രഘോഷങ്ങളുണ്ട്, 1000കണക്കിന് സബ്ജക്റ്റുകൾ, വിഷയങ്ങളുണ്ട്, പ്രഘോഷിക്കാൻ 10,000കണക്കിന് പ്രഘോഷകരുണ്ട്. പക്ഷേ നമ്മൾ കേൾക്കേണ്ടതും നമ്മൾ പറയേണ്ടതും നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമായി തീരേണ്ടതുമായ സുവിശേഷം ഒറ്റ കാര്യത്തെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്, കേൾക്കേണ്ടത്, പ്രഘോഷിക്കേണ്ടത്: അനുതാപത്തിന്റെ സുവിശേഷം. മറ്റൊന്നുമല്ല. നമ്മൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലി ഇത്ര അനുഗ്രഹം കിട്ടി, ആ സുവിശേഷങ്ങളല്ല. നമ്മൾ ഈ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു, അപ്പോൾ അവിടെ ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടന്നു, ഇതല്ല സുവിശേഷം പറഞ്ഞത് ആര്? യോഹന്നാൻ പറഞ്ഞ സുവിശേഷം കേട്ട് സകല ആളുകളും ഒന്ന് മാനസാന്തരപ്പെട്ടെങ്കിൽ യോഹന്നാൻ പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ആ രാജ്യത്തിന്റെ ഭാഗമായി തീരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്നാണ് യോഹന്നാൻ പ്രഘോഷിച്ചത്. അത് കേട്ടു അവർ വന്ന് ജ്ഞാനസ്നാനം ഏറ്റു. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമാണ്. ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പാപികളാണ് ഈ വന്നതല്ല, അല്ലേ? ഫരിസേയരും സദുക്കായരും പാപികളാണ്. ചുങ്കക്കാർ പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടവരാണ്. പട്ടാളക്കാര് ജനത്തിന്റെ മുമ്പിൽ വലിയ തെറ്റുകൾ ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. ഇതൊന്നും അറിയാതെ അവരുടെ ഉള്ളിലുള്ള പാപങ്ങൾ ഉണ്ടാകാം. അവരെല്ലാം വന്ന് അനുദപിച്ച് സ്നാനം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരാൾ വരിക, സ്നാപകൻ ഇത് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ഞാൻ നിന്നിൽ നിന്ന് സ്നാനം ഏൽക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരികയാണോ? ഈശോയാണ്. ഈശോ പറയുന്നുണ്ട്, ഇപ്പം ഇത് സമ്മതിക്കാം. അങ്ങനെ സകല നീതിയും പൂർത്തിയാകേണ്ടതുണ്ട്. നമ്മൾ ഈശോയിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടൊക്കെ, ഈശോയിലുള്ള വിശ്വാസം ആഴപ്പെടാൻ വേണ്ടി കാര്യങ്ങൾ പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ നമുക്കുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു വഴി എന്തായിരുന്നറിയോ? തുടക്കത്തിൽ പറഞ്ഞത്, അവൻ നമ്മിൽ ഒരുവനായി, പാപത്തിലൊഴികെ നമ്മെപ്പോലെ ഒരുവനായി. വിശുദ്ധരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് വലിയ മരുഭൂമിയിലെ ചിന്തകരൊക്കെ പറയുന്നുണ്ട്, ഈശോയുടെ അവസാനത്തെ ആഴ്ച പീഡാസഹനം, ഒറ്റുകൊടുക്കലും കുരിശുമരണവും ആയിരുന്നില്ല ഈശോയുടെ പീഡാസഹനം. ഈശോയുടെ ഏറ്റവും വലിയ പീഡാസഹനം ദൈവമായിരുന്നിട്ട് മനുഷ്യനെ പോലെ താഴേക്ക് വന്നു, മനുഷ്യരിൽ ഒരുവനായി എന്നുള്ളതായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ പീഡാസഹനം. അല്ലെ? ദൈവമായിരുന്ന ഒരാൾ സ്വയം ശൂന്യവൽക്കരിച്ച് എളിമപ്പെട്ട് ദാസനെ പോലെ അനുസരണമുള്ളവനെ മരണത്തോളം തന്നെ താഴ്ത്തുന്നതിനേക്കാൾ വലിയ പീഡാസഹനം എന്തുണ്ട്? യോഹന്നാന്റെ മുമ്പിൽ വന്നിട്ട് ഈശോ അങ്ങനെ ഒരു ദാസനെ പോലെ നിൽക്കുകയാണ്. ഈ ജലത്താലും അഗ്നിയാലും ഒക്കെ സ്നാനം കൊടുക്കേണ്ടവനാണ് ഈശോ. എന്നാൽ ഇതാ ജലത്താൽ മാത്രം സ്നാനം നൽകുന്ന സ്നാപകന്റെ മുമ്പിൽ വന്നിട്ട് ഈശോ എളിമപ്പെടുകയാണ്. സ്നാപകൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്നാപകൻ തടയുന്നുണ്ട്. ഈശോ പറയുന്ന ഉത്തരവായി ഇപ്പം പറഞ്ഞേ, സകല നീതിയും പൂർത്തിയാകണം. എന്താണ് ഈശോ ഉദ്ദേശിച്ച നീതി? ആ നീതി പൂർത്തിയായത് കുരിശിലാണ്. ഈശോ ശിഷ്യന്മാരോട് ഇടയ്ക്ക് വെച്ച് പറയുന്നില്ലേ, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇങ്ങനെ ചില സങ്കടങ്ങളിലൂടെ, ചില അസ്വസ്ഥതകളിലൂടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ജ്ഞാനസ്നാനം? ശരിക്കുള്ള ഈശോയുടെ മാമോദീസ കുരിശിലാണ് പൂർത്തിയാകുക. എനിക്കൊരു മാമോദീസ മുങ്ങാണ്ടെന്ന് പറയുമ്പോൾ രക്തത്താലുള്ള പീഡാസഹനത്തിലൂടെ കടന്നു പോകുന്നൊരു മാമോദീസയുണ്ട്. സകല ജനത്തിൻ്റെയും പാപം കഴുകിക്കളയാൻ വേണ്ടി ശക്തിയുള്ള തൻ്റെ രക്തം ചിന്തിക്കൊണ്ടുള്ള ഈശോയുടെ യഥാർത്ഥ മാമോദീസയുണ്ട്, ദ ബാപ്റ്റിസം ഓഫ് ബ്ലഡ്. നമ്മുടെ പ്രിയപ്പെട്ട രക്തസാക്ഷികളൊക്കെ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് സഭ അവരെയൊക്കെ നമ്മളത്ര സ്നേഹത്തോടെ ആദരവോടുകൂടി രക്തസാക്ഷികളെയൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ദേ വർ പാർട്ട് ഓഫ് ദ ബാപ്റ്റിസം ഓഫ് ബ്ലഡ്. അവര് രക്തത്താലുള്ള മാമോദീസയുടെ ഭാഗമായിരുന്നു. ആരുടെ രക്തത്താൽ? ഈശോയുടെ രക്തത്താലുള്ള കുരിശിലെ മാമോദീസയുടെ ഭാഗം. അതാണ് ഈശോ മുങ്ങാനിരുന്നൊരു മാമോദീസ. അതിന് മുന്നോടിയായിട്ടാണ് ഇതാ ജോർദാനിൽ വന്നിട്ട് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുക. രക്ഷയുടെ ഒരു സൂചനയാണ്. യഹൂദരെ സംബന്ധിച്ച് ജോർദാൻ എപ്പോഴും ഒരു പ്രതീക്ഷയുടെ അടയാളമായിരുന്നു. അവർ 40 വർഷത്തോളം മരുഭൂമിയിലെ അലഞ്ഞു നടന്നിട്ട് പിന്നീട് ജോഷുവയുടെ നേതൃത്വത്തിൽ ഈ വാഗ്ദത്ത ഭൂമി അവകാശമാക്കാൻ കയറുമ്പോൾ അവർ കടന്നു പോകുന്നത് ഇങ്ങനെ ഈ ജോർദാൻ ക്രോസ് ചെയ്തിട്ടാണ്. ജോർദാൻ കടന്നാണ് അവർ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുക. യഥാർത്ഥ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്ന ആ മൊമെന്റിലാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴല്ല, മരുഭൂമിയിലൂടെ യാത്രകൾക്ക് മധ്യമല്ല, ജോർദാനിൽ
ജോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമി കാലുകുത്തുന്ന സമയമാണ് അവർ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. ഇപ്പോഴും യഹൂദർ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. ഈശോ ജീവിക്കുന്ന ഈ കാലത്ത്, ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുന്ന ഈ സമയത്തും, യോഹന്നാൻ പ്രഭാഷണം നടത്തുന്ന ഈ സമയത്തും ജോർദാനിലേക്ക് ഇവർ ഓടിക്കൂടുന്നത് ഈ ഒരൊറ്റ പ്രത്യാശയിലാണ്. കാരണം അവരെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ രാജ്യം അവർക്ക് പുനഃസ്ഥാപിതമാകുന്നത് തീർച്ചയായിട്ടും ജോർദാൻ കടന്നിട്ടായിരിക്കണം എന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും യഥാർത്ഥ സ്വാതന്ത്ര്യം വരാനിരിക്കുന്നുണ്ട്. യഥാർത്ഥ രാജാവ് മിശിഹ വരാനിരിക്കുന്നുണ്ട്. ഇതാ ആ മിശിഹ പക്ഷെ വളരെ വ്യത്യസ്തനായിട്ട് പടക്കോപ്പുകളായിട്ടോ പടയാളികളായിട്ടോ പരിവാരങ്ങളായിട്ടോ അല്ല വന്നേക്കുന്നത്. പാപികളിൽ ഒരുവനെ പോലെ അവനും ഇതാ ഈ പാപമോചനത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. കണ്ടു നിന്ന യോഹന്നാൻ ചോദിക്കാതെ എന്ത് ചെയ്യും? നീ എന്താ ഈ കാണിക്കുന്നതെന്ന് നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. വരാനിരിക്കുന്നവൻ വലിയവനാണ്, ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. പക്ഷെ ഇതാ അതിലും എളിമപ്പെട്ട് ചെരുപ്പോളം കാലോളം താണു വണങ്ങി ഒരാൾ എളിമപ്പെട്ടിതാ യോഹന്നാന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കാൻ. ഈശോയ്ക്ക് പൂർത്തിയാക്കേണ്ട നീതി ഇതാണ്. സകലരുടെയും, എൻ്റെയും നിങ്ങളുടെയും പാപം ഏറ്റെടുക്കണം. അവൻ നമ്മുടെ കർത്താവായത്, അവൻ നമ്മുടെ രക്ഷകനായത്, നമുക്കിന്ന് അവനെ നോക്കി ഇതെൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന് പറയാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം, ഏറ്റവും ഫൗണ്ടേഷണൽ കാരണം ഇതാണ്. അവൻ എനിക്ക് പകരം എല്ലാം ഏറ്റെടുത്തു. എൻ്റെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു. അതിന് മുന്നോടിയായിട്ട് ജോർദാനിൽ മുങ്ങുമ്പോൾ ഇത്രയേ ഉള്ളൂ ഈശോയുടെ മനസ്സിൽ. ഇവിടെ മുങ്ങി നിവരുമ്പോൾ പാപം കഴുകപ്പെടുകയാണ്, ജനം അത് വിശ്വസിക്കുകയാണ്. യോഹന്നാൻ അതാണ് പ്രഭാഷണത്തിൽ പറഞ്ഞതും. ഇതിൽ മുങ്ങി നിവരുക, പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും, രാജ്യത്തിൻ്റെ ഭാഗമാകും. ഇതാ ഇവരെ കഴുകിയ, ഇവരുടെ പാപങ്ങൾ കഴുകിയ ആ ജലം എൻ്റെ മേലും ഞാൻ ഒഴുക്കുകയാണ്. ഈശോ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ ഒഴുക്കിവിട്ട പാപങ്ങൾ, ഞാൻ കഴുകിക്കളഞ്ഞ എൻ്റെ പാപങ്ങൾ എല്ലാം ഇതാ ഈശോ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് കുമ്പസാരിച്ച ആ ദിവസവും ഇങ്ങനെ ഒരു ജോർദാനാണ് ആ കുമ്പസാരക്കൂട്ടിൽ നടന്നത്. ആ കുമ്പസാരക്കൂടിൻ്റെ അപ്പുറം ഒരു വൈദികൻ ഇരുന്നു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ കുമ്പസാരക്കൂടിൻ്റെ ഇപ്പുറം ഇരുന്ന് എൻ്റെ പാപങ്ങൾ മുഴുവൻ ഞാൻ ഇറക്കി വെച്ചപ്പോൾ ആ ജോർദാൻ കടന്ന് കയറുന്ന ഒരു അനുഭവമാണ് എനിക്ക്. അപ്പുറം ഇരുന്ന് ഒരു നദി ഇതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ആ നദിയുടെ പേര് ഈശോ എന്നാണ്. ഞാൻ ഒഴുക്കിവിട്ട, ഞാൻ കഴുകിക്കളഞ്ഞ, ഞാൻ ഇറക്കി വെച്ച എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന എൻ്റെ ജോർദാൻ നദിയാണ് ആര്? ഈശോ. എൻ്റെ ജനം ഒഴുക്കിവിട്ട പാപങ്ങളെല്ലാം ഇതാ എൻ്റെയും ദേഹത്ത്. ജോർദാനിൽ മുങ്ങി നിവരുമ്പോൾ പിന്നീട് കുരിശിൽ ഉയർന്നു വരാനുള്ള ഈശോയുടെ ആ രക്ഷാകര ദൗത്യത്തിൻ്റെ, അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ മുന്നാസാധനമാണ്. ഇങ്ങനെ പറയാമെന്ന് തോന്നുന്നു. കുരിശിൽ നടക്കാനിരിക്കുന്ന ആ ഒരു വലിയ കാര്യത്തിൻ്റെ ഒരു ട്രെയിലർ, ഒരു കുഞ്ഞ് ഡെമോ, ഒരു കുഞ്ഞ് പരസ്യമായിരുന്നു ജോർദാനിൽ വെച്ച് സംഭവിച്ചത്. ഈശോ മുങ്ങി നിവരുകയാണ്. സംഭവിക്കുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇത് സ്വീകരിക്കുമ്പോൾ അവൻ മുങ്ങി നിവരുമ്പോൾ മുകളിൽ നിന്ന് എന്തോ തുറക്കപ്പെടുന്നുണ്ട്. ആകാശം തുറക്കപ്പെടുന്നു. ദൈവപിതാവിൻ്റെ സ്വരം ഇങ്ങനെ കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആ സ്വരത്തിന് മുന്നോടിയായിട്ട് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ഒരു ശക്തി കൂടെ ഇറങ്ങി വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലേക്ക് ഇറങ്ങി വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ വലിയൊരു ശതമാനവും മാമോദീസ സ്വീകരിച്ചവരാണ്, ക്രൈസ്തവ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്, അവൻ്റെ സ്നാനം സ്വീകരിച്ചവരാണ്. എന്താ നമുക്ക് സംഭവിച്ചെന്ന് ഓർക്കണേ. ഈശോയിൽ വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് വിളി കിട്ടിയെങ്കിൽ ആദ്യം സംഭവിച്ചൊരു കാര്യം, നമ്മളെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മുടെ മേൽ ഇറങ്ങി. വെറുതെയല്ല, ശക്തമായിട്ട് അവൻ ആവസിച്ചു. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ സാവൂളിൻ്റെ മേലും ദാവീദിൻ്റെ മേലും ഗിദെയോന്റെ മേലും സാംസന്റെ മേലും ഒക്കെ ആവസിച്ച അതേ ശക്തിയുള്ള പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയുടെ മേൽ അത്യുന്നതിൻ്റെ ശക്തിയായിട്ട് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അതേ പവറോടുകൂടി, അതേ അധികാരത്തോടുകൂടി, അതേ കൃപകളോടുകൂടി നമ്മുടെ മേലേക്ക് ഇറങ്ങി വരികയാണ്. ഈശോയുടെ മേൽ ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവ് ഇതാ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളെ പുതിയ സൃഷ്ടികളാക്കി ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാക്കാൻ വേണ്ടി ശക്തിയുള്ള പടയാളികളാക്കി മാറ്റുകയാണ്. മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും ഈ കാര്യം ഓർക്കണം. വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ വിശ്വാസം പ്രഖ്യാപിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും കൂടെ അനുഭവിച്ചറിയണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ, സ്നാപകയോഹന്നാൻ പ്രഭാഷണത്തിൽ നടത്തിയതുപോലെ നമുക്ക് വീണ്ടും വീണ്ടും അനുദപിക്കാനും കൂടുതൽ വിശുദ്ധിയിൽ ഈശോയുടെ മക്കളായി ജീവിക്കാനും ഒക്കെ പറ്റുന്നത്. യോഹന്നാൻ പ്രഭാഷണത്തിൽ നടത്തിയ പോലെ, പറഞ്ഞതുപോലെ അനുദപിക്കുക. ആ അനുതാപം നമ്മളെ സാധ്യമാകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ പാട്ടിലൊക്കെ പാടി പ്രാർത്ഥിക്കുന്നില്ലേ, പാപബോധവും പശ്ചാത്താപവും എനിക്ക് നൽകണമേ എന്ന്. എൻ്റെ ഉള്ളിലെ പാപത്തിൻ്റെ അവസ്ഥകളെ ഒന്ന് കീറിക്കളയാൻ, അതിനെ ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവാണ് നമ്മളെല്ലാവരെയും സഹായിക്കുക. ജോർദാനിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, സിഹിയോനിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇതാ
നമ്മുടെ എല്ലാ ഉള്ളിൽ പ്രത്യേകിച്ച് ഓരോ കൂദാശകൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ആ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നുണ്ട്. അനുദപിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈശോ നമുക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. അതിന് പകരമായിട്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, 53-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, നമുക്ക് വേണ്ടിയാണ് അവൻ ഏറ്റത്. ഇതെല്ലാം നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. നമ്മൾ പഴയ ജീവിത രീതിയിൽ നടന്നാൽ പോരാ, നമ്മൾ ഫരിസേയരെ പോലെയോ ചുങ്കക്കാരെ പോലെയോ ഒന്നും നടന്നാൽ പോരാ, പട്ടാളക്കാരെ പോലെ നടന്നാൽ പോരാ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് പൗരന്മാരായിട്ട് ജീവിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മാമോദീസായിൽ നമ്മൾ സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൂടെ കുദാശകൾ സ്വീകരിക്കണം. ഒപ്പം തന്നെ വചനം കൂടെ വായിക്കണം. ഈ ബൈബിള് വായിക്കുന്ന സമയത്ത്, വചനം കേൾക്കുന്ന സമയത്ത്, ഈശോയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു കാറ്റടിക്കുന്നുണ്ട്. ഈ ബൈബിളിൻ്റെ ഒരു താള് മറിയുമ്പോൾ ഒരു കുഞ്ഞു കാറ്റില്ലേ, ആ കുഞ്ഞു കാറ്റിൽ പരിശുദ്ധാത്മാവുണ്ട്. ജോർദാനെ ഇളക്കിയ അതേ പരിശുദ്ധാത്മാവ്, സെഹിയോനെ ഇളക്കിയ അതേ പരിശുദ്ധാത്മാവ്, സഭയെ ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോ തവണ ഈ വചനത്തിൻ്റെ താളുകൾ മറിയിക്കുമ്പോഴും നിങ്ങളെ പിടിച്ചിളക്കും. നിങ്ങളുടെ ഉള്ളിലേക്ക് അനുതാപത്തിൻ്റെ ഒരു ഹൃദയം നൽകും. നിങ്ങളുടെ ഹൃദയങ്ങളെ മുറിക്കും. ഈശോയെ നിങ്ങൾക്ക് കൂടുതൽ വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ജീവിക്കാൻ പറ്റിയാൽ സ്വർഗത്തിൽ നിന്ന് കേട്ട ആ സ്വരം, എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മളും കേൾക്കും. എല്ലാ ദിവസവും ജോർദാനിൽ നമുക്ക് മുങ്ങി നിവരാൻ പറ്റില്ല. എല്ലാ ദിവസവും നമുക്ക് ഈ സ്നാപയോഹന്നാനെ കാണാൻ പോകാൻ പറ്റില്ല. പക്ഷേ എല്ലാ ദിവസവും ഈശോയുടെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളെൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് സുവിശേഷം കേൾക്കാൻ പറ്റും. എപ്പോഴാണെന്നറിയോ? അനുദപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ. അതല്ലാതെ മറ്റൊരു സുവിശേഷം നമുക്കില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടത് ഒറ്റ മൊമെൻറ്റിലാണ്. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം കിട്ടിയപ്പോഴല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നടന്നപ്പോഴല്ല, നിങ്ങൾ സ്വപ്നം കണ്ട ഒരിടത്ത് എത്തിയപ്പോഴല്ല. നിങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മളെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി ആ പാപങ്ങളെ ഏറ്റെടുത്തത്. നമ്മളെക്കൊണ്ട് ഇത് അതിജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈശോ കുരിശിൽ ഈ പാപത്തിൻ്റെ മേൽ വിജയം നേടിയത്. നമുക്ക് ചിലപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങിയ ഒരു മാമോദീസ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വിജയം നേടിത്തന്ന കർത്താവ് രക്തത്തിലും മുങ്ങി. എന്തിനു വേണ്ടി? ഞാൻ രക്തം ചിന്താതിരിക്കാൻ, ഞാൻ തളരാതിരിക്കാൻ, ഞാൻ വീണ്ടും പാപത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഈശോ എനിക്ക് വേണ്ടി ബാപ്റ്റിസം ഓഫ് ബ്ലഡ്, അവൻ്റെ രക്തത്താൽ ഒരു മാമോദീസ കൂടി മുങ്ങി. ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നെയും നിങ്ങളെയും അവൻ്റെ പ്രിയപ്പെട്ട മക്കളാക്കണം. എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ച് നമ്മൾ പ്രസാദം നിറഞ്ഞ ഒരു ജീവിതമായിട്ട് മാറണം. ഇന്നത്തെ ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാര്യത്തിന് നന്ദി പറയുക. ഈശോയെ മാമോദീസ സ്വീകരിക്കാൻ കൃപ തന്നവൻ, അവസരങ്ങൾ തന്നവൻ, അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കിയ മാതാപിതാക്കൾ, ഞങ്ങളുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുബോധന്മാർ, ഞങ്ങൾക്കിത് പറഞ്ഞു തന്ന ആളുകൾ, നമ്മളെ വിശ്വാസത്തിൽ വളർത്തിയ ആളുകൾ, എല്ലാവരെയും ഓർത്ത് നന്ദി പറയുക. ഓരോ തവണയും നമ്മളെ കുമ്പസാരിപ്പിച്ച അച്ഛന്മാരെ ഒന്നും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവില്ല, വൈദികരെ. പക്ഷേ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചെന്ന് ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ, ഈശോയെ നാളിതുവരെ എന്നെ കുമ്പസാരിപ്പിച്ച എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. എനിക്ക് വേദപാഠം പറഞ്ഞു തന്നവരെ അനുഗ്രഹിക്കണമേ. എനിക്ക് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പടികൾ ചവിട്ടാൻ കാൽവയ്പ്പുകൾ നടത്തിയ ആളുകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളിലും ഈശോ പ്രസാദിക്കും. നിങ്ങളിലും സ്വർഗം ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും ആവസിക്കും. നിങ്ങളുടെ ഉള്ളിലും പരിശുദ്ധി, ദൈവപുത്ര സ്ഥാനം നിങ്ങളുടെ ഉള്ളിലും വളരും. അതിന് നിങ്ങളെ ഈശോ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഈശോ കൂടുതൽ അടുത്തറിയാനും ഈശോയുടെ ആ വാഗ്ദാനം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ഒരു അല്പം കൂടി ഒരു കൃപയിൽ നിറയാൻ വേണ്ടി ഒരു കുഞ്ഞു ഹോംവർക്ക് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓരോ എപ്പിസോഡിലും ഞാൻ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ചെയ്യുമ്പോൾ നമ്മളെ കൂടുതൽ ഇത് കൃപയിൽ വളർത്തുമെന്നാണ് എൻ്റെ ചിന്ത. ഒരു നോട്ട് ബുക്കൊക്കെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ആദ്യത്തെ എപ്പിസോഡ് പോലും പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഹോംവർക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 2, കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നുള്ള ആ സങ്കീർത്തനം, കുഞ്ഞു സങ്കീർത്തനാണ്. അതിൻ്റെ ഏഴാമത്തെ വാക്കിങ്ങനെയാണ്: കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് പറഞ്ഞു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ആ സ്വർഗത്തിൻ്റെ ദൂതില്ലേ, അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു വചനമാണ്. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് നിനക്ക് ഞാൻ ജന്മം നൽകി. ഈ വചനഭാഗം ഒന്ന് നിങ്ങൾ കാണാപ്പാടം പഠിക്കണം. ഇന്ന് ഏത് സമയത്താണ് നിങ്ങളിത് കേൾക്കുന്നോ, കഴിഞ്ഞ പാടെ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചേ, ഞാൻ ഈശോയുടെ മകനാണ്, ഞാൻ ഈശോയുടെ മകളാണ്, എനിക്ക് ജന്മം തന്നത് എൻ്റെ ഈശോയാണ്, എനിക്ക് ജീവിതം തന്ന എൻ്റെ ഈശോയാണ്. അതിന് നന്ദി പറയും. നിങ്ങളങ്ങനെ നന്ദി പറയുമ്പോൾ ഈ ഒരു വാഗ്ദാനം കൂടെ സ്വീകരിക്കുക. 2:8 എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഈശോയുടേതാണ് ഈ ലോകം മുഴുവൻ, ഈശോയുടേതാണ് ഈ രാജ്യം മുഴുവൻ. ഞാനും നിങ്ങളും ഈശോയുടെ മക്കളെന്ന സ്ഥാനം ഉറപ്പിച്ചാൽ
ഈശോയുടെ രാജ്യത്തിൻ്റെ പൗരന്മാരാണെന്നുള്ള ആ സ്ഥാനത്ത് നമ്മൾ ജീവിച്ചാൽ ഭൂമിയും നമുക്ക് അധീനമാകും. ഈശോയുടെ വലിയ കൃപ നിങ്ങൾ ഓരോരുത്തരിലേക്ക് നിറയട്ടെ. നമുക്ക് കൂടുതൽ കൂടുതൽ ഈശോയെ അടുത്തറിയാനും പഠിക്കാനും അത് കർത്താവാണെന്ന് യോഹന്നാനോട് ചേർന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയാനും സാധിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.